ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ലോഗ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഫസ്റ്റ് പണി നമ്മുടെ പൂക്കളം ഇടലാണ്. ഉത്രാടത്തിൻ്റെ അന്നാണ് ഇവിടെ പൂക്കള മത്സരം കോമ്പറ്റീഷൻ സംഭവമൊക്കെ ഉള്ളത്. സോ നമുക്ക് ഇന്നാണ് പൂക്കളം ഇടേണ്ടത്. വേറെ എന്തിനേക്കാളും വലിയ പണിയാണ് പൂവൊക്കെ ഈ പറിച്ച് വയ്ക്കൽ. കുറച്ചൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത് വെച്ച്, ഇനി ബാക്കി ഇന്ന് ചെയ്യണം. ലോട്ട് ഓഫ് പണിയുണ്ട്. അപ്പം നമുക്ക് മെല്ലെ മെല്ലെ ഓരോ പണിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഓണത്തിന് പൂക്കളം ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. വാമനൻ ആൻഡ് മഹാബലിനെ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാവോ എന്നറിയില്ല. ഓസി ഉണ്ട് ഞങ്ങളുടെ കൂടെ പൂടാൻ. ലൗസി ലൗസി ശുണ്ടേരിനെ ഇന്ന് റെഡി ആക്കണം നമ്മൾ. അപ്പം ഞങ്ങൾ ഇനി ബാക്കി ഇട്ടിട്ട് വരാം. ഓക്കെ, അമ്മ നമുക്ക് കോഫി കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്ക് ഇതും കുടിച്ചിട്ട് പൂക്കളം ഇട്ട് തീർക്കാം. പൂക്കളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പൂവും പുറത്തുനിന്ന് മേടിക്കലാണ് ചെയ്യാറ്. എന്നാൽ കൂടെ വീട്ടിലുള്ള ചില പൂക്കളെ നമ്മൾ ഒഴിവാക്കാറില്ല. ബിക്കോസ് പൂക്കളത്തിൽ കളറിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ നമുക്ക് പൂക്കളത്തിൽ ഇടാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ആ പൂക്കളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൂക്കളത്തിൽ മെയിനായിട്ടുള്ള 2 കളറിലുള്ള ചെണ്ടുമല്ലി, ഓറഞ്ചും യെല്ലോയും, അതൊക്കെയാണ് കൂടുതൽ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് പറിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് പുത്തിരി പായസവും കതിരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളക്കെല്ലാം വെച്ചിട്ട് അത് അകത്തേക്ക് കയറ്റി, പിന്നെ പഴയതുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വെച്ചത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് പുതിയത് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് നമ്മളവിടെ റീപ്ലേസ് ചെയ്ത്. ആ സമയത്ത് ഇവിടെ ഒരു സൈഡിൽ പൂക്കളത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ പൂക്കളം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ. പൂക്കളം അവസാന ഘട്ട പണിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ലാസ്റ്റത്തെ ഈ റെഡ് റൗണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇപ്പം തന്നെ സമയമായി. കഴിഞ്ഞ വർഷം പൂക്കളം മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത് നമ്മൾക്കായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കിട്ടുമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ട്. ഞാനും ചേച്ചിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം ഓഫ് ദ പൂക്കളം. ഓക്കെ, ഇതാണ് ഗായ്സ് നമ്മുടെ പൂക്കളം. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ തീം ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. വാമനൻ മഹാബലിനെ ചവിട്ടി താഴ്ത്തുന്ന ഒരു സീന്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ അവർ കളേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കുന്നു പറഞ്ഞു. ആ കളേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇങ്ങനെ റൗണ്ട് കൊടുത്തിട്ട് അതിൽ കുറേ ഷെയ്ഡ്സ് ഓഫ് പിങ്കും ബ്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയാം. രാവിലെ തൊട്ട് പൂക്കളത്തിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇപ്പോൾ സമയമായി. ഇനി അവിടെ ഓണപരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പം നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ച് വന്നു. ഈ ഔട്ട്ഫിറ്റാണ് ഞാൻ ഇടുന്ന ഒരു പട്ടുപാവാടയാണ് ഞാൻ എടുത്തിട്ടത്. ഇനി എൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഡ്രയർ ഇട്ട് ഉണക്കി സെറ്റാക്കണം. അങ്ങനെ എല്ലാം സെറ്റായി. കമ്മലൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ടിട്ട് ഇന്ന് നമുക്ക് അടുക്കളയിലൊന്നും വലിയ പണിയില്ല. സോ നമുക്ക് പരിപാടി നടക്കുന്നിടത്തേക്ക് പോവാം. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനെക്കാളും നേരത്തെ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ഗെയിമാണ് ബിസ്ക്കറ്റ്. ബോയ്സിൻ്റെ കഴിഞ്ഞിട്ട് ഗേൾസിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ പോയി ചേർന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ ഔട്ടായി. എൻ്റെ ബിസ്ക്കറ്റ് ഇതാ പോകുന്നു. അടുത്ത ഗെയിം ഉണ്ടായിരുന്നത് ഇഷ്ടിക പിടിക്കലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അതിൽ ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും പോയി. ആദ്യം പോയത് ചേച്ചിയായിരുന്നു.
വിജയിച്ചിരിക്കില്ല. വിജയമല്ല, വിജയമല്ല. ഞാൻ പോയിട്ട് എനിക്ക് കിട്ടിയില്ല. അടുത്തത് നമുക്ക് അമ്മനെ വിട്ടു നോക്കാം. അമ്മയാണെങ്കിൽ കുറേ നേരം അളവെല്ലാം എടുത്തിട്ട് വെച്ചു, പക്ഷെ മൂക്കിലാണെന്ന് മാത്രം. പിന്നെ നമുക്ക് നൂല് വലിക്കൽ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ബ്രേക്കായി. പിന്നെ പാടത്തിൻ്റെ അടുത്തായിരുന്നു ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പരിപാടിക്ക് പോയിട്ട് വന്നിട്ട് സദ്യ കഴിക്കാനുള്ള ബ്രേക്കാണ്. പരിപാടി കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് ഉച്ചയായപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിച്ചിട്ട് വരാം. സദ്യ ഇന്ന് നമ്മൾ കാര്യമായിട്ട് വലിയ സദ്യ ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളാണ്. ഇന്ന് നമുക്ക് പുത്തിരി കഴിക്കണം. പുത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന എന്തോ സംഭവമാണ്. അപ്പോൾ അത് വിളക്കൊക്കെ വെച്ചിട്ട് കഴിക്കണം. അതാണ് ഉത്രാടത്തിന് മെയിൻ. സദ്യ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സദ്യ. അപ്പം നമുക്ക് പോയിട്ട് അത് കഴിക്കാം. ഇനി നമുക്ക് ഇത്ര കറിയേ ഉള്ളൂ. ഇനി നമുക്ക് ചോറിടാം. ചോറും സാമ്പാറും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി. ഇതാണ് പുത്തിരി പായസം എന്ന് പറയുന്നത്. നമ്മൾ ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ. വിളക്കിൻ്റെ തിരി ഇങ്ങനെ കറക്റ്റായിട്ട് കത്തുന്ന സമയത്ത് നോക്കിയിട്ട് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരി നേരെ കത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വായിലിടാൻ പോകുന്ന ആ ടൈമിൽ തന്നെ കാറ്റ് വന്നിട്ട് ഇത് ഇങ്ങോട്ടും ആയിപ്പോവും. അങ്ങനെ നമ്മൾ തിരി നേരെ കത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാ കണ്ടോ, വായിലിടാൻ പോകുമ്പോൾ ഇങ്ങോട്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ അവസാനം കറക്റ്റായിട്ട് കത്തുന്ന കറക്റ്റ് ടൈമിൽ നമ്മൾ എടുത്ത് വായിലിട്ട് അങ്ങനെ നമ്മുടെ പുത്തിരി കഴിക്കൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനി ബാക്കി സദ്യ കൂടെ കഴിച്ചിട്ട് വരാം. അങ്ങനെ സദ്യ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് പരിപാടിൻ്റെ സ്ഥലത്തേക്ക് വന്നത്. അച്ഛനും അമ്മയും വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു പരിപാടിക്ക്. അങ്ങനെ ലാസ്റ്റായിട്ട് അമ്മമാരുടെ മ്യൂസിക്കൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രൈസും കിട്ടിയില്ല അല്ലേ ഉണ്ണിക്കുട്ടാ? നമുക്കൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം. അങ്ങനെ അവസാനമായപ്പോൾ എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞത്. ഇതിനാണ് ഫസ്റ്റ് കിട്ടിയത്. നമ്മളിട്ട പൂക്കളാണെങ്കിൽ ഇതായിരുന്നു. അപ്പം തന്നെ നമുക്ക് നല്ലപോലെ സങ്കടമായി. പിന്നെ അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു. ശേഷം പിന്നെ നാളെ നമുക്ക് തിരുവോണമാണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ സാധനം നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു നാളത്തെ സദ്യയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ പോയിട്ട് അതെല്ലാം മേടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.